ഡോക്ടർ മനോജ് ജോൺസണുമായിട്ടുള്ള ഒരു പരിചയം എന്ന് പറയുന്നത് കുറെ അധികം വർഷത്തെ ഒരു പരിചയമാണ്. അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം. എൻ്റെ വളർച്ചയും അദ്ദേഹത്തിന്റെ വളർച്ച ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ക്യാമ്പിലേക്ക് അദ്ദേഹം വരണമെന്ന് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എല്ലാ ക്യാമ്പുകളിലേക്കും അദ്ദേഹം വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കും. ബിസ്ക്കറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ്സിന്റെ പേരൊന്ന് പറയാമോ? ഓറിയോ, ഡാർക്ക് ഫാന്റസി, ഐഡൻസി, ആറാറൂട്ടോ? ആറാറൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടോ? കഴിച്ചിട്ടുണ്ടോ? എന്താ ഈ ആറാറൂട്ട് എന്ന് പറഞ്ഞാൽ? ബിസ്ക്കറ്റ് എന്നറിയാം, ആറാറൂട്ട് എന്ന് പറഞ്ഞ എന്താ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ആറാറൂട്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നത്? എന്താണ് ആറാറൂട്ട്? ഓക്കെ, ബിസ്ക്കറ്റിലെ മെയിൻ കണ്ടന്റ് എന്താ? മൈദ. എല്ലാവർക്കും അറിയാവോ? ബിസ്ക്കറ്റിന്റെ കണ്ടന്റ് മൈദയാണ്. ശരി, ആറാറൂട്ട് എന്ന് പറഞ്ഞ എന്താ? കൂവപ്പൊടിയാണ്, കൂവ. അപ്പൊ ഇത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ആറാറൂട്ട് ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ അതിന്റെ കണ്ടന്റ് ഒന്ന് എടുത്തു നോക്കണം. ഈ കണ്ടന്റിനകത്ത് അവർ ആറാറൂട്ട് ചേർത്തിട്ടുണ്ട്. പക്ഷെ എത്ര ചേർത്തേക്കെന്ന് അറിയാവോ? 0.012%. 1% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം. 0.01 എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് പേരിന് ഇട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതും ആറാറട്ടും ആ ബിസ്ക്കറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഓർത്തോണ്ട് നമ്മൾ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ബിസ്ക്കറ്റുകളിൽ മെയിൻ കണ്ടന്റ് മൈദയും മധുരവും എസൻസും ടേസ്റ്റും ഇതാണ് മെയിനായിട്ട്. പിന്നെ കുറച്ച് മിൽക്ക് സോളിഡ്സ്. എപ്പോഴും ആലോചിക്കണം, ഈ ബിസ്ക്കറ്റിലുള്ള ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യും, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കും. ഓട്ടിസ്റ്റിക് ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഓട്ടിസം കേട്ടിട്ടുണ്ടോ? ഓട്ടിസം എന്ന് പറയുന്നത് എന്ത് വലിയ ബഹളങ്ങൾ നടന്നാലും ആ വ്യക്തിയുടെ കാര്യം മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. ആരുമായിട്ട് മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല, പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഓട്ടിസം ആയിട്ട് വരുന്നത്. ഈ ഡിസ്ലെക്സിയ കേട്ടിട്ടുണ്ടോ? നമ്മൾ വായിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അക്ഷരങ്ങളുടെ പ്രശ്നങ്ങൾ, മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെയാണത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ആൾക്കാരിലും ഇത് ഹയസ്റ്റ് ആയിട്ട് കണ്ടേക്കുന്നത് ബിസ്ക്കറ്റ്സ് യൂസ് ചെയ്യുന്നവരല്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റുകൾ നിങ്ങൾക്ക് കഴിക്കാം, വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ. ചോക്ലേറ്റ്സ് കഴിക്കാം വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ. പക്ഷെ ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ല കഴിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ആഗ്രഹത്തിന് കഴിക്കുവാണെങ്കിൽ ഇത് ഏറ്റവും നല്ലതാണ്. ഇത് അല്ലാതെ നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ സ്കിന്ന് ഡാമേജ് ആവും. അതായത് മുഖത്തെല്ലാം പാടുകൾ വരും, കുരുക്കളുണ്ടാവും, ചൊറിച്ചിലുണ്ടാവും. ഇതാണ് ഈ കണ്ടന്റിന്റെ പ്രത്യേകത.